ഹായ് എവരിവൺ. പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് 77ാമത് കാൻ ഫിലിമിൽ ചെന്ന് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് പ്രഭയായി നനച്ചതെല്ലാം അഥവാ ഓൾ വി ഇമാജിനസ് ലൈറ്റ്. നമുക്കറിയാം ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒന്ന് കനി കുസൃതിയാണ്, മറ്റൊന്ന് ദിവ്യപ്രഭയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവാർഡ് പടമാണ്, അത് പിന്നെ എടുത്ത് പറയണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സും അങ്ങനെ സോങ്, പാട്ട്, ഫൈറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു അവാർഡ് പടം, നമ്മൾ നോർമലി പറയുന്ന ഒരു അവാർഡ് പടമാണ് ഈ ഒരു ഫിലിം. ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല ഇതിനകത്ത്. വരുന്ന കഥാപാത്രങ്ങളാണ് ഒന്ന് കനി കുസൃതിയുടെ, പിന്നെ ദിവ്യപ്രഭയുടേത്, പിന്നെ ഒരു പാർവതി എന്നുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, പിന്നെ അസീസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറുടെ റോള്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളൂ. ഈ ഒരു കഥ നടക്കുന്നത് മുംബൈയിലാണ് നടക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ മുംബൈയിലെ ആ ഒരു തെരുവുകൾ, പോഷല്ലാത്ത സാധാരണയുള്ള തെരുവുകൾ കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അവിടെയുള്ള തൊഴിലാളികളും അവരുടെ ഒരു തിരക്കും ചുറ്റുവട്ടവും ഒക്കെ ആയിട്ടാണ് കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു മുംബൈ എന്ന് പറയുന്ന സാധനത്തെയാണ് പിക്ചർ ചെയ്തിട്ടുള്ളത്. മുംബൈയിലുള്ള ഒരു തിരക്കും, ഒരുപാട് പേരുണ്ട്, പക്ഷെ ഒറ്റപ്പെട്ട രീതിയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിക്ചറൈസ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു മുംബൈ സിറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ടുപേരാണ് കനി കുസൃതിയും അതുപോലെ തന്നെ ദിവ്യപ്രഭയും. ഇവര് രണ്ടുപേരും ഒരു ആശുപത്രിയിലെ നഴ്സുമാരാണ്. പിന്നെ ഒരാളുള്ളത് അതേ ആശുപത്രിയിൽ തന്നെ സ്റ്റാഫായിട്ടുള്ള പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ 3 സ്ത്രീകളുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. 3 സ്ത്രീകളുടെയും വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്നുള്ള കഥയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് കനി കുസൃതിയുടേത് ഒരു സീരിയസ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഭർത്താവ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയിലോട്ട് പോകുന്നു. പിന്നീട് ഒരു തരത്തിലുള്ള കോളും കാര്യങ്ങളൊന്നുമില്ല, കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പോൾ ആ തരത്തിൽ ഭർത്താവിനെ വിട്ടുപിരിയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആരും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന നിർവികാര്യതയൊക്കെയാണ് ഈ ഒരു കനി കുസൃതിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആള് ദിവ്യപ്രഭ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള, എന്താ പറയുന്നത്, പട്ടം പോലെ പാറി നടക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ദിവ്യപ്രഭയുടേത്. അനു എന്നാണ് ഇതിൽ ദിവ്യപ്രഭ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അനുവിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അനു ഹിന്ദു ആണ്, ബോയ് ഫ്രണ്ട് മുസ്ലിമാണ് വരുന്നത്. അതായത് വലുതായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, പക്ഷെ ചെറിയ രീതിയിൽ ഈ ഒരു റിലീജിയൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും അങ്ങനെയാണ്. ഒന്നും അങ്ങനെ എന്താ പറയുന്നത് ക്യാരക്ടേഴ്സിനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുകയല്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്കത് ചർച്ച ചെയ്യാം, മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാമുകനുമായിട്ട് ഇഴചേരാനുള്ള സമയം അല്ലെങ്കിൽ ഇഴചേരാനുള്ള ഇടം ഒന്നും ലഭിക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അനു വരുന്നത്. പിന്നെ മൂന്നാമത്തെ സ്ത്രീയാണ് പാർവതി. അവരുടെ ഭർത്താവ് മുന്നേ മരിച്ചു പോകുന്നു. അവർ ഏതാണ്ട് ഒരു 10-23 കൊല്ലം ഇവിടെ ആ ഒരു മുംബൈയിലെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. പക്ഷെ അവരുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റും ഇല്ല. അതായത് അവരാണ് അവിടെ താമസിച്ചതെന്ന് തെളിയിക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സുകളോ അവർ ആരാണ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്സ് അങ്ങനെ ഒന്നും അവരുടെ കയ്യിലില്ല. അപ്പോൾ ഒരു കമ്പനി വരികയാണ്, അവരവിടെ പുതിയ സമുച്ചയം കെട്ടിപ്പടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ആണെങ്കിൽ ആളുകൾ കൂടി സമരം നടത്തിയില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഫൈറ്റുകൾ, അവസാനം ഈ കമ്പനി പിന്തിരിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീയാണ്, ഒന്നും ചെയ്യാനൊന്നുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആ ഒരു ഫ്ലക്സ് ബോർഡിലേക്ക് കല്ലെറിഞ്ഞിട്ട് ഓടുക എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഒരു പ്രതിഷേധമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഒരു കഥ പോകുന്നത്. പിന്നീട് പെട്ടെന്ന് രത്നഗിരിയിലോട്ട്, ഒരു ഗ്രാമത്തിലോട്ട് മാറുന്നുണ്ട് കഥ. പാർവതി നാട്ടിലോട്ട് പോവാണ്. ഇവിടെ നിന്നുള്ള വീടൊക്കെ മാറ്റി ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദിവ്യപ്രഭയും അതുപോലെ തന്നെ കനി കുസൃതിയും കൂടെ പോകുന്നുണ്ട്. ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ അനുവിന്റെ ബോയ് ഫ്രണ്ടും അവിടേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഫ്രെയിമിലുള്ളത് കുറച്ച് ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള അത്ര തിരക്കില്ലാത്ത വിശാലമായിട്ടുള്ള കടൽ തീരങ്ങൾ, അതുപോലെ തന്നെ ലൈറ്റുകൾ, വളരെ മെല്ലെ ഇഴഞ്ഞു പോകുന്ന സമയം, ആർക്കും തിരക്കില്ല. ആ തരത്തിൽ ഒരു ഗ്രാമത്തെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ആ തരത്തിലുള്ള ഒരു പോർട്രേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 സ്ത്രീകളുടെ ജീവിതം പറയുന്ന, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ വന്ന് താമസിക്കുക, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സ്ട്രഗിളിങ്, ഈ പറയുന്ന സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇത് ഇത്രമാത്രം ഹൈപ്പ് കിട്ടാൻ അല്ലെങ്കിൽ ഇത്രമാത്രം അവാർഡ് കിട്ടാനും ഹൈപ്പ് കിട്ടാനൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരെ പോലെ ഇരിക്കും, അത് കാണുന്ന ആളുകളെ പോലെ ഇരിക്കും. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ കണക്ഷൻ ഒന്നും ഈ ഒരു ഫിലിമായിട്ട് തോന്നുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ രംഗങ്ങളൊന്നും അത്ര വലിയ ഇതായിട്ടോ ഒന്നും മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചിറങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു ഒരു അവാർഡ് ഫിലിം കണ്ടിരിക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഇത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ പ്രശസ്തമാവാൻ കാരണമുള്ളത് അതിനകത്ത് കുറച്ച് ന്യൂഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ചർച്ചയ്ക്ക് ഇങ്ങനെ ആക്കം കൂട്ടുന്ന ഒരു സാധനമാണ്.
ഒരു ഹോളിവുഡ് സിനിമ എടുത്തു നോക്കുമ്പോൾ ആ സിനിമയുടെ ഭാഗമായിട്ട് ആ കഥാപാത്രം ചിലപ്പോൾ ന്യൂഡിറ്റി ഇല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ കാമുകനാണ് ഒപ്പമുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സെക്സ് സീനുകളൊക്കെ വരും. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഹോളിവുഡ് സിനിമകളിലായിക്കോട്ടെ കൊറിയൻ സീരീസുകളിലായിക്കോട്ടെ ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ മലയാളത്തിലെ ഒരു ഫിലിമിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ചിത്രത്തിലോട്ട് അങ്ങനെ ആരെങ്കിലും കാണിച്ചാൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയാക്കുക, അവരെ ബുള്ളിങ് നടത്തുക ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ. അപ്പൊ ആ തരത്തിൽ കൂടി കുപ്രസിദ്ധി ഈ ഒരു സിനിമ ആർജിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ട ക്യാരക്ടറിന് വേണ്ട ചില രംഗങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ അതിനകത്തില്ല. അപ്പൊ മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഒരു സിനിമ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അത്ര വലിയ എൻഗേജ്മെന്റ് ഒന്നും ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത്ര വലിയ കണക്ഷൻ ഒന്നും സിനിമ തന്നിട്ടില്ല. പക്ഷെ ഒരു 3 സ്ത്രീകളുടെ, സാധാരണ മുംബൈ സിറ്റിയിലുള്ള ഒരു 3 സ്ത്രീകളുടെ ജീവിതം, അതിന്റെ ഇടയിൽ വരുന്ന സ്ട്രഗിളിങ് പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടിരിക്കാൻ പറ്റും. അതിനപ്പുറത്തോട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നുകയോ അതിനപ്പുറത്തോട്ട് വലിയ ഫിലിമായിട്ടൊന്നും തോന്നുകയോ ചെയ്തില്ല. മേ ബി അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒക്കെ സിനിമയായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അവാർഡ് പടം കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു 3 സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രഗ്ലിങ്സ്, ഇതൊക്കെ കണ്ടിരിക്കാൻ ഒരു അവാർഡ് പടം മൂഡിൽ, അതായത് ഒരുപാട് BGM ഇല്ല, സോങ് ഇല്ല, കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും ഇല്ലാതെ ഒരു അവാർഡ് ടൈപ്പ് മൂഡിൽ കണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ.